നമസ്കാരം. രേണു സുധീനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാറില്ല. ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ രണ്ട് മക്കളെ നോക്കേണ്ടിയിട്ട് ഇവർ പല വീഡിയോസും പല പ്രൊമോഷൻ വീഡിയോസും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് അല്ലേ. സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു വീടെടുത്ത് കൊടുത്ത് സ്ഥലം കൊടുത്തതും വീടെടുത്ത് കൊടുത്തതുമായിട്ടുള്ള ആൾക്കാരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവരെന്താക്കി ആ വീട് തിരിച്ചു കൊടുക്കാൻ, അതായത് ഈ ഫാദർ തിരിച്ച് തന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ രണ്ട് ആൾക്കാർ, അതായത് അവൻ്റെ ഫ്രണ്ടും ഈ രേണുസുധീൻ്റെ മക്കളായ അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്ത് അഹംഭാവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീട് തന്നതിന് നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത്. അല്ലാതെ ഇമാതിരി തെണ്ടിത്തരല്ല വിളിച്ച് പറയേണ്ടത്. നിങ്ങൾക്ക് ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔദാര്യം, അതായത് നിങ്ങൾ അത്രയും ആ സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നിങ്ങളെ അമ്മ വേറെ ഏതോ ലോകത്താണ്, സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നു ചേരുന്നത് തന്നെ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ കാര്യം ആദ്യം ആലോചിക്കുക. നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ ഒരു മനസ്സ്, അതായത് ആ ഫാദർ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അമ്മ അന്ന് ഈ സുധി എന്ന് പറയുന്ന അവർ മരിച്ച സമയത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് അവരന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നോക്കാൻ ആളില്ല, എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് വീട് എടുത്തു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്, അല്ലെ വീടിതാ എടുത്തു കൊടുക്കാനും സ്ഥലം കൊടുക്കാനും ഒക്കെ ആൾക്കാർ മുന്നോട്ട് വന്നത്. ഇതാണ് നിങ്ങൾ മറന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അഹംഭാവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വളരെ വലിയ അഹംഭാവം. ഈ അഹംഭാവമാണ് മനുഷ്യൻ്റെ നാശത്തിന് ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ സ്വന്തമായിട്ട് ലേഡീസ് വെച്ചുണ്ടാക്കുന്നതും നമ്മൾ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നതും നമുക്ക് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം പെരുമാറ്റമാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റം. അത് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ മറ്റുള്ള ആൾക്കാരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തരും അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പഠിച്ചു വെക്കുന്നത് രേണുസുധീനോടാണ്. പഠിച്ചു വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇനി ഇത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ ചൊറിയാൻ വരരുത്. കാരണം എനിക്ക് നിങ്ങളെ അത്രയും ഇഷ്ടമായിരുന്നു. നല്ലൊരു ഭർത്താവ് മരിച്ചിട്ടും രണ്ട് മക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു അമ്മ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക. നിങ്ങൾ അഹംഭാവം എത്രത്തോളം എത്തി എന്നുള്ള കാര്യം നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സ് അല്ലേ, അത് പ്രതികരിക്കാനുണ്ടാവും. കാരണം യൂട്യൂബേഴ്സ് എല്ലാവരുടെ കാര്യത്തിലും പ്രതികരിക്കും. എന്നാൽ അവരെ വരുമാനം അതായിരിക്കും. വരുമാനവും ഒക്കെ ഇപ്പം ഞാൻ പറയുന്നത്, എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം കിട്ടുന്ന ഒരാളാണ്. നമ്മളെ വരുമാനം എന്നാൽ സോഷ്യൽ മീഡിയയാണ് ഉപജീവന മാർഗം തന്നെ. അപ്പോൾ നമ്മൾ കണ്ടൻറ്റിനനുസരിച്ചിട്ട് എന്തെന്നാ കാര്യങ്ങൾ, നല്ല കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കുക. ഒരാളെ ജീവിതം വെച്ചിട്ടുള്ള കണ്ടൻറ്റ് തിരഞ്ഞെടുക്കാതിരിക്കുക. നല്ല കണ്ടൻറ്റുകൾ എപ്പോഴും സൂക്ഷ്മതയോട് കൂടിയിട്ടും തിരഞ്ഞെടുക്കാൻ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ജസ്ന സലീമിൻ്റെ വിഷയത്തിലാണെങ്കിലും ഞാൻ ഈ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ അത്രയും വൃത്തികേടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജസ്ന സലീമിൻ്റെ വിഷയത്തിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത് അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർ എന്താ പറയുക, എനിക്ക് ഇത്ര പവൻ കിട്ടി, എനിക്ക് ഇത്ര പവന് ഞാൻ എടുത്തു, എനിക്ക് മറ്റേത് കിട്ടി, ഇങ്ങനെ അത് അവരുടേതായ ലോകം. അതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ എത്രയോ ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. എത്രയോ അമ്മമാർക്ക് വീട് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് എനിക്ക് പോലും വീടായിട്ടില്ല. പക്ഷേ ഞാൻ അതിൻ്റേതായ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു നല്ലൊരു വീട് കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് നിങ്ങൾ ആലോചിക്കുക. ആലോചിച്ചിട്ട് മറുപടി പറയുക. ഇത്രമാത്രം പറയാൻ എനിക്ക് നിങ്ങളെക്കൊണ്ട് പറയാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും ബാഡ് രീതിയിലാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അത് തന്നെ ദൈവത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. ആ ദൈവം തന്നെ നിങ്ങളിപ്പോൾ ഈ ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ പന പോലെ വാർത്തി പന പോലെ താഴിലിടാനും ദൈവത്തിനറിയാം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ.